പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനെതിരായ ലൈംഗിക പീഡന കേസിൽ ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി. പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയെ തുടർന്നാണ് DGPയിൽ നിന്നും റിപ്പോർട്ട് തേടിയത്. ഷാരിഖ് നവാസ് വിവരങ്ങൾ വെച്ചിരുന്നു. ഷാരിഖ്, അയാളെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിയാത്തൊരു പശ്ചാത്തലം ഉണ്ട് അല്ലേ? ഹഷ്മി, തീർച്ചയായും പ്രശോഭ് വത്സൻ ഇന്നും ഒളിവിൽ തന്നെയാണ് കഴിയുന്നത്. അതായത് യുവതിയുടെ പീഡന പരാതി വന്നതിനെ തുടർന്ന് പ്രശോഭ് സി വത്സൻ അന്ന് ഒളിവിൽ പോയതാണ്. പോലീസ് ഇയാൾക്കായി വലവിരിച്ച് തേടുന്നുണ്ട്, ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രശോഭ് സി വത്സൻ സംസ്ഥാനം വിട്ടു എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരത്തെ അനുസരിച്ച് പോലീസ് തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് NDA സ്ഥാനാർത്ഥിയും BJP നേതാവുമായ ശോഭാ സുരേന്ദ്രൻ ദേശീയ വനിതാ കമ്മീഷന് ഈ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കാരണം ഈ കേസിന്റെ വിവരങ്ങൾ, ഇതേവരെയുള്ള ഇതിന്റെ പ്രോഗ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ഉടനെ സമർപ്പിക്കാനാണ് വനിതാ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോഴും ഈ പ്രക്ഷോഭ് കാണാമറയത്ത് തന്നെ തുടരുകയാണ്. BJP കഴിഞ്ഞ ദിവസങ്ങളിൽ SP ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തിയിരുന്നു. ഈ വിഷയത്തെ തുടർന്നാണ് മറ്റു വിവാദങ്ങൾക്ക് കൂടെ വഴിവെക്കുകയുണ്ടായി. കാരണം ഈ പ്രക്ഷോഭിന്റെ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ രമേശ് പിഷാരടി, UDF സ്ഥാനാർത്ഥി കൂടിയായ രമേശ് പിഷാരടി വഴി തടഞ്ഞതും. എല്ലാ ചെറിയ വിഷയങ്ങൾ പോലും ഇലക്ഷനിൽ പ്രചരണ വിഷയമാകും, അതും അവിടെ പ്രചരണ വിഷയമാക്കുന്നുണ്ട് CPM-ഉം BJP. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.